നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കേറിക്കോ. എന്നാ പിന്നെ ഇനി ഞങ്ങളായിട്ട് കുറയ്ക്കുന്ന എന്തിനാ? ഞങ്ങളെ കൂടെ ആരതി ഒഴിഞ്ഞാട്ടെ പുഷ്പ ചേട്ടാ. ഞങ്ങൾ വഴക്കൊന്നും പറയില്ല. സന്തോഷം. ഇങ്ങോട്ട് നീങ്ങി നിന്നേ. കേറാം. അതെ, ആഘോഷിക്കാനും പൂജിക്കാനും ഒക്കെ ആൾക്കാരായി. സന്തോഷം. പക്ഷേ പൂജയ്ക്കുള്ള സാധനങ്ങൾ പലതും വാങ്ങണം. ഞാനും മുരളിയും കൂടെ പോയി വാങ്ങിട്ട് വരാം. പൂജയ്ക്കുള്ള സാധനങ്ങൾ മാത്രമല്ല, വേറെ ചിലതുകൂടി വാങ്ങാനുണ്ട്. ഞാനും വരാം പുഷ്പൻ ചേട്ടാ. ഹോട്ടലിൽ പോ, നീ വണ്ടി എടുക്കണം. ഹരി വന്നേ, ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഉള്ള സാധനങ്ങൾ വെച്ച് പൂജയ്ക്ക് ഒരുക്കി തുടങ്ങിക്കോളൂ. അപ്പോഴേക്കും ഞങ്ങൾ ബാക്കി സാധനങ്ങളെ വന്നോളാം. ശരി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നടുവേദനയാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നേ? എങ്കിൽ പിന്നെ എന്നെ സഹായിക്കാൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇന്നൊരു ദിവസം നിന്നെ സഹായിക്കാൻ കിട്ടിയെന്ന് വെച്ച് എന്നും അത് പറ്റില്ലല്ലോ. നടുവേദനയും തലവേദനയൊക്കെ അവിടെ കിടക്കും. നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തേ പറ്റൂ. അല്ല, ഇന്നലെ നിന്റെ അമ്മയെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസം. അപ്പൊ അമ്മയുടെ കൂടെ ആര് പോവും? ഓ, മരുമോൻ ദുബായിലായതുകൊണ്ട് മൂത്ത മോളെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അവള് പൊയ്ക്കോളും അമ്മയുടെ കൂടെ. ഓ, സുമയുണ്ടല്ലേ ഇവിടെ. അവക്ക് മക്കളെത്ര ഇപ്പോ? രണ്ടെണ്ണം കൂടെ വീടെടുത്ത് മറിക്കും രുക്മിണി. കുരുത്തക്കെഴിന് അങ്ങേ അറ്റമാ. എന്നാലും ഇപ്പൊ ഒരു ദിവസം പിള്ളേരെ വീട്ടിലില്ലെങ്കിൽ വീട് ഉറങ്ങിപ്പോകുന്ന മട്ട. ഈ പ്രായത്തിൽ ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. അത് ശരിയാ. വീടായാൽ 1-2 കുട്ടികളൊക്കെ വേണം. എന്നാലേ ഒരു അനക്കമൊക്കെ കാണുള്ളൂ. അതെ അതെ. അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? മൂത്ത മോൻ പെണ്ണുകൊണ്ട് വന്നില്ലല്ലോ ഇതുവരെ. ഇല്ലെന്നേ, അതാ വല്ലാത്തൊരു വിഷമം. അതെന്താ കാര്യം? വയസ്സ് 10-25 കഴിഞ്ഞില്ലേ? ഇനി വെച്ച് താമസിച്ചാൽ പിള്ളേരെ വഴിപിഴച്ച് പോകും രുക്മിണി. നമ്മൾ വേണം ഇതിനൊക്കെ മുൻകൈ എടുക്കാൻ. പറയാത്തോണ്ടല്ലെന്നേ, അവൻ എന്തൊക്കെയോ ബിസിനസ്സുകളുണ്ട്. അതൊക്കെ ഒന്ന് പച്ച പിടിച്ചിട്ട് മതി കല്യാണം എന്ന അവന്റെ തീരുമാനം. അത് തെറ്റ്. ഒറ്റയ്ക്ക് നടക്കുന്നവന്റെ ബിസിനസ് ഒന്നും അത്ര പെട്ടെന്ന് പച്ച പിടിക്കില്ല. അതിനൊരു കല്യാണം നടക്കണം. എങ്കിലേ ഒരു ജീവിതമായി എന്ന് പറയാൻ പറ്റൂ. നീ അവനോട് പറ. എങ്കിലും നിർബന്ധിച്ചിട്ടാണെങ്കിൽ നിർബന്ധിച്ചിട്ട് അവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കാൻ നോക്ക്. കാലം പിഴച്ചാൽ കല്യാണം പിഴയ്ക്കുമെന്നാ പണ്ടുള്ളവര് പറയുന്നത്. സൂക്ഷിച്ചാൽ നിനക്കും ചേട്ടനും കൊള്ളാം. എന്തോ? ചായ. എപ്പ ചോദിച്ചാ രുക്മിണി ഒരു ചായ? ഇനി ഞാൻ അടുക്കളയിൽ വന്ന് ഇട്ട് കുടിക്കണോ? ചിലപ്പോ വേണ്ടി വരും. ഇവിടെ എല്ലാം ചെയ്യാൻ ഞാൻ ഒരുത്തിയുള്ളൂ. അതിപ്പോ എന്റെ കുറ്റം അല്ല. നീ പറ മോന്റെ അടുത്ത് ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ. അല്ലാതെ ഞാൻ വിചാരിച്ച ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിസ്പ്ലേ. ആളിവിടെ എത്തിയിട്ടില്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യകാര്യം ഉണ്ടാവോ? എന്തായാലും എടുത്തു കളയാം. ഹലോ, ഇത് പ്രസാദിന്റെ ഫോണല്ലേ? അതെ അമ്മേ.
പ്രസാദേട്ടൻ പുറത്താ. ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി. ഓ അത് ശരി. അല്ല, ആരായി സംസാരിക്കുന്ന? ഞാൻ അഞ്ജലിയാ. പ്രസാദേട്ടന്റെ ഇവന്റുകൾക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന കാറ്ററിംഗ് യൂണിറ്റിന്റെ ആളാ. ഓ അത് ശരി, സന്തോഷം. അവിടെന്താ ഇന്ന് വല്ല വിശേഷമുണ്ടോ? ദീപാവലി ആയിട്ടേ വീട്ടിൽ ചില പൂജകളൊക്കെ വേണമെന്ന് പ്രസാദേട്ടൻ പറഞ്ഞു. അതിന് സഹായിക്കാൻ വന്നതാ. അത് നന്നായി. എന്താന്നറിയില്ല, മോളുടെ ശബ്ദം കേട്ടപ്പോ തന്നെ എന്തോ എവിടെയോ ഒരു പരിചയമുള്ള പോലെ തോന്നുന്നു. എന്തോ ഒരു അടുപ്പമുള്ള പോലെ. മോൾ അവിടെ എവിടെയാ താമസിക്കുന്നത്? ടൗണിൽ തന്നെ അമ്മേ. ഇവിടുന്ന് ഒരു ഏകദേശം 3-4 കിലോമീറ്റർ അപ്പുറം. ഓ ആ ദേ ഹരി വരുന്നു. ഞാൻ ഫോൺ ഹരിക്ക് കൊടുക്കാം. ശരി മോളെ, ഞാനവന്റെ അമ്മയാ. ഞങ്ങളിനി അവിടെ വരുമ്പോ നീ ഒന്ന് അവിടെ വരണം. എനിക്ക് മോളെന്ന് നേരിട്ട് കാണാനാ. വരാം അമ്മേ. ആ ഫോൺ ഞാൻ ഹരിക്ക് കൊടുക്കാണേ. അമ്മയാ. അമ്മ, ദീപാവലിക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കിയോ അവിടെ? ഓ എന്റെ ഭഗവതി, ഇത്രയും വളർന്നിട്ടും പലഹാരം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. നീ ആ പെങ്കൊച്ചിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ആരാ അവള്? ഏത് പെൺകൊച്ചു? ആ ഫോൺ എടുത്ത കുട്ടി തന്നെ. ആ അതോ? ആ നമ്മുടെ അഞ്ജലി ചേച്ചി അമ്മേ. നമ്മുടെ അമ്മ ഇവന്റ്സില് സഹായിക്കുന്ന ആളാ. ഓ കൊള്ളാലോ, നല്ല കുട്ടിയാണോടാ അത്. നല്ല സ്വഭാവമേ. നല്ല തങ്കപ്പെട്ട പാചകമാണമ്മേ. ജിലേബി, ഉണ്ണിയപ്പം, അച്ചപ്പം, ബോളി, ഇതൊക്കെ നല്ല സ്വയംഭൻ ടേസ്റ്റാ. നാവില് വെച്ച അലിഞ്ഞു പോവും. ഒന്ന് പോടാ, അവന്റെ ഒരു അച്ചപ്പും ബോളിയും. നിനക്കെപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് ആ കുട്ടിയുടെ സ്വഭാവത്തെ കുറിച്ചാ. നല്ല അടുക്കോ ഒതുക്കോ ഒക്കെ ഉള്ള കുട്ടിയാണോന്നാ ഞാൻ ഉദ്ദേശിച്ചേ. അതേമാ, നല്ല സ്വഭാവ. ഞങ്ങള് വലിയേട്ടനുമായി ആളെയൊന്നും അടുപ്പിച്ചോണ്ടിരിക്കുക. ആരെയാണോ അടുപ്പിച്ചോണ്ടിരിക്കുന്നേ? ആരാ ഫോണില്? അത് പിന്നെ പൂജയ്ക്കുള്ള സാധനങ്ങൾ അടുപ്പിക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അമ്മയാ. അമ്മേ, ഞാൻ വലിയേട്ടന് ഫോൺ കൊടുക്കാമേ. ആ കൊടുക്ക്, ചോദിക്കട്ടെ. ആ അമ്മേ, എന്തുണ്ട് വിശേഷമൊക്കെ? ആ ഇവിടെ നല്ല വിശേഷമാ. അവിടെ നിനക്കോ? ഇവിടെ നല്ല വിശേഷമാണ്. നല്ല വർക്കുകൾ വരുന്നുണ്ട്. പിന്നിതാ ഇന്ന് ഞങ്ങൾ ദീപാവലി പൂജയ്ക്കുള്ള ഒരുക്കത്തിലാ. ആ അറിഞ്ഞു. ഞാനേ നിന്റെ ആ അഞ്ജലി മോളോട് സംസാരിച്ചു. നല്ല സംസാരാ കുട്ടിയുടെ. എന്റെ അഞ്ജലി മോളോ? അതെ, വേണ്ടാത്ത വിചാരം ചിന്തയൊന്നും വേണ്ട. ആ കുട്ടിയെ ഞങ്ങളുടെ ഇവന്റിന് മുഴുവൻ ഫുഡ് തരുന്നത്. അതാണ് ബന്ധം. ശരി ശരി, ആയിക്കോട്ടെ. തൽക്കാലം പൂജയൊക്കെ നടക്കട്ടെ. ഞാൻ വിളിച്ചോളാം. ഹലോ അമ്മേ. ചേടാ, ഇതെന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. അഞ്ജലി കൃഷ്ണപ്രസാദ്. പേരിലൊരു ഐശ്വര്യമൊക്കെ ഉണ്ട്. എന്റെ ഭഗവതി, അവന്റെ മനസ്സിലെ രാധയെ മറക്കാൻ ഈ അഞ്ജലി ഉപകാരപ്പെടണേ. ഉടനെ അവിടെ നേരിട്ട് ചെന്നിട്ട് വേണം രണ്ടിനെ തമ്മിൽ കൂട്ടിക്കെട്ടാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.